ഗാർഹിക പീഡന കേസിൽ സീരിയൽ താരം രാഹുൽ രവിക്ക് സുപ്രീം കോടതി മുൻകൂർ ജാമ്യം നൽകി. ഭാര്യ ലക്ഷ്മി എസ് നായർ നൽകിയ കേസിൽ രാഹുലിനായി തമിഴ്നാട് പോലീസ് 2 മാസമായി അന്വേഷണത്തിലായിരുന്നു. ധനസുമോദ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. ധനസുമോദ്, കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെ? രാഹുൽ രവിക്ക് നേരത്തെ മദ്രാസ് ഹൈക്കോടതി ജാമ്യം നൽകിയിരുന്നെങ്കിൽ പോലും പിന്നീട് ഈ ജാമ്യം റദ്ദാക്കിയായിരുന്നു. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട നിരവധി കെട്ടിച്ചമച്ച കാര്യങ്ങൾ കോടതിയിൽ സമർപ്പിക്കുകയും കോടതിയെ അസത്യം പറയുകയും ചെയ്തു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് രാഹുൽ രവിയുടെ ജാമ്യം റദ്ദാക്കിയത്. ഇതേ തുടർന്ന് രാഹുൽ രവി 2 മാസമായി ഒളിവിലാണ്. പോലീസ് ലുക്കൌട്ട് നോട്ടീസ് ഉൾപ്പെടെയുള്ളവ ചെന്നൈ പോലീസ് സമർപ്പിച്ചിരുന്നു. നേരത്തെ രാഹുലിന്റെ ഭാര്യ ലക്ഷ്മി നായർ അവരുടെ ഫ്ളാറ്റിൽ നിന്നും ഈ രാഹുൽ രവി മറ്റൊരു സ്ത്രീയോടൊപ്പം കണ്ടു എന്നതുകൊണ്ടാണ് പ്രധാനമായും ആദ്യം കേസ് കൊടുത്തിരുന്നത്. ഒരു കേസിന് പിന്നാലെ നിരവധി കേസുകൾ ഇവർ കൊടുക്കുകയും ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലായിരുന്നു ആദ്യം മദ്രാസ് ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം ലഭിച്ചിരുന്നെങ്കിലും പിന്നീട് ജാമ്യം നിഷേധിച്ച രാഹുൽ രവി ഏറ്റവും ഒടുവിൽ സുപ്രീം കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് വേണ്ടി സമീപിക്കുകയായിരുന്നു. ഇപ്പോൾ ഈ ജാമ്യമാണ് സുപ്രീം കോടതിയിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്.